Hi all, welcome to One's Coaching. Today we are going to discuss an important topics in computer science and engineering, that is hardware and software. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ഇൻക്ലൂഡഡ് ആയിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, what is a hardware, what is a software and what are the different types of softwares. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിനകത്തൊരു മോണിറ്റർ ഉണ്ട്, ഒരു കീബോർഡ് ഉണ്ട്, ഒരു മൗസ് ഉണ്ട്, ഒരു UPS ഉണ്ട്, ഒരു CPU ഉണ്ട്. അപ്പൊ ഇത്രയും അടങ്ങിയതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഏതൊക്കെയാണ് ഹാർഡ്വെയർ, ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പോണൻസിനകത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഉണ്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ഉണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? അതിനകത്ത് വരുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് യൂണിറ്റ്, ഇന്റേണൽ കമ്പോണന്റ്. സോ വാട്ട് ഈസ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്? ഔട്ട്പുട്ട് ഡിവൈസ് മീൻസ് കമ്പ്യൂട്ടറിൽ നിന്നും ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു, അതാണ് ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് മോണിറ്ററിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രിന്റ് നമുക്ക് കിട്ടുന്നു, ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അത് നമുക്ക് രണ്ടായിട്ട് സ്റ്റോർ ചെയ്യാം, ഒന്ന് പ്രൈമറി മെമ്മറി ആയിട്ടും ഒന്ന് സെക്കൻഡറി മെമ്മറി ആയിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാം. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറിംഗ് ആണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോർ. ഇനി ഇന്റേണൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ചിപ്പുകള്, മൈക്രോ പ്രോസസ്സേഴ്സ്, പിന്നെ അതുപോലെ ട്രാൻസിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസ്, ഇതെല്ലാമാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ ഹാർഡ്വെയർ കമ്പോണൻസിന്? ഹാർഡ്വെയർ മീൻസ് എന്താണ്? വി ക്യാൻ ഏബിൾ ടു ടച്ച്, നമുക്കെല്ലാം ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ? ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ടച്ച് ചെയ്യാനും പറ്റും. ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് യൂണിറ്റ്, അതുപോലെ ഇന്റേണൽ കമ്പോണൻസ്, ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ്. അപ്പൊ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ, നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിന് വേണ്ടി, ഇപ്പൊ ടാലിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി എക്സൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടൈപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഇൻബിൽറ്റ് ആയിട്ട് സിസ്റ്റത്തിന്റെ തന്നെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരിക, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് വരിക, അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുക, സിസ്റ്റത്തിന് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ഹാർഡ്വെയർ? ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ സിസ്റ്റം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ സിസ്റ്റം, ഫിസിക്കൽ ആയിട്ട് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇസ് എനി പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് വി ക്യാൻ ടച്ച് ദീസ് പാർട്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാത്തിനും ടച്ച് ചെയ്യാൻ പറ്റണം, അങ്ങനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്രൈമറി ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ടു ബിൽഡ് അപ്പ് കമ്പ്യൂട്ടർ. അപ്പൊ പ്രൈമറി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കമ്പ്യൂട്ടർ ഡിവൈസസിനെ, അതായത് മോണിറ്റർ, കീബോർഡ്, മൗസ്, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെല്ലാം നമ്മൾ എന്ത് പറയും? ഹാർഡ്വെയർ എന്ന് പറയും. ഇനി എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ ഏതൊക്കെയാണ്? പ്രോസസ്സേഴ്സ് നമുക്ക് ടച്ച് ചെയ്യാം, മെമ്മറി ഡിവൈസസിനെ ടച്ച് ചെയ്യാം അല്ലെ? ഓരോ ഡിസ്കുകൾ, നമ്മുടെ CD ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ്, ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. മോണിറ്റർ ടച്ച് ചെയ്യാൻ പറ്റും, പ്രിന്റർ, കീബോർഡ്, മൗസ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CPU, ഇതെല്ലാം CPU നമുക്ക് കാണാലോ, ടച്ച് ചെയ്യാലോ, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെല്ലാമാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസ്. നമുക്ക് ഹാർഡ്വെയറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ ഹാർഡ്വെയർ, രണ്ട് ഇന്റേണൽ ഹാർഡ്വെയർ. സോ രണ്ടായിട്ട് നമുക്ക് ഹാർഡ്വെയർസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ ഹാർഡ്വെയർ, നെക്സ്റ്റ് വൺ ഇസ് ഇന്റേണൽ ഹാർഡ്വെയർ. സോ വാട്ട് ഇസ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ? എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽസ്. നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. ഈ ഡിവൈസസിനെ തന്നെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എനി ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കമ്പ്യൂട്ടർ. ഇപ്പൊ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് പുറത്തിരിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കമ്പ്യൂട്ടർ. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ഡിവൈസ്, എ പീസ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു എൻ്റർ ഇൻഫർമേഷൻ ടു എ കമ്പ്യൂട്ടർ ഫോർ പ്രോസസിങ്. നമ്മളുടെ ഇൻപുട്ട് ഡിവൈസ് അല്ലെ, ഇൻപുട്ട് ഡിവൈസ് എല്ലാം എന്തിനകത്ത് വരുന്നതാണ്? എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസ് ആണ് അല്ലെ. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഹാർഡ്വെയറിനകത്ത് വരുന്നത്? ഇൻപുട്ട് ഡിവൈസസ്, കീബോർഡ്, മൗസ് എല്ലാം. അപ്പൊ എന്താണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്യാൻ, ഡേറ്റ ഫീഡ് ഇൻറ്റു കമ്പ്യൂട്ടർ, ഫീഡ് ഇൻറ്റു അതായത് അകത്തേക്ക്, ഡേറ്റ കമ്പ്യൂട്ടറിന് അകത്തേക്ക് കൊടുക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസ്. സോ അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്തു, അകത്തേക്ക് ഡേറ്റ കൊടുക്കുന്നു. മൗസ് പോയിന്റ് ചെയ്ത് നമ്മൾ അകത്തേക്ക് ഡേറ്റ കൊടുക്കുന്നു. ട്രാക്ക് പാഡ് നമ്മുടെ അല്ലെങ്കിൽ ടച്ച് പാഡ് നമ്മൾ ടച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ടച്ച് സ്ക്രീൻ, ഇതുപോലുള്ള സ്ക്രീൻസ് ടച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രീൻ. ജോയ്സ്റ്റിക്ക് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. മൈക്രോഫോൺ നമ്മളുടെ സൗണ്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള മൈക്കുകളൊക്കെ. ലൈറ്റ് പെൻ, ഇതുപോലുള്ള പെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. വെബ് ക്യാം, അതായത് നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, നമ്മൾ സ്കൈപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാംസ്. ഇനി സ്പീച്ച് ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സ്പീച്ച്, ഇതെല്ലാം എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീസ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് റിസീവ് ഇൻഫർമേഷൻ ഫ്രം എ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ റിസീവ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ ഇൻഫർമേഷൻ ഫ്രം ദ കമ്പ്യൂട്ടർ ആർക്കാ കൊടുക്കുന്നത്? യൂസറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി ഇൻഫോർമേഷൻസ് യൂസറിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, സ്കാനർ, സ്പീക്കർ, ഡിസ്പ്ലേ സ്ക്രീൻ. ഇതൊക്കെ എന്താ? മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സ്ക്രീനാണ്. പ്രിന്റർ മീൻസ് പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടി പ്രിന്റ് ചെയ്യുന്നു. സ്കാനേഴ്സ് സ്കാൻ ഓരോ കാര്യങ്ങൾ നമ്മളുടെ സ്കാൻ ചെയ്ത് കാണിക്കാൻ. സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൗണ്ട് ഒക്കെ സ്പീക്കറിലൂടെ വരാനായിട്ട്. ഡിസ്പ്ലേ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന സ്ക്രീന്. പ്രൊജക്ടേഴ്സ്, ഹെഡ്ഫോൺസ്, ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് ഇന്റേണൽ ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. ഇന്റേണൽ ഹാർഡ്വെയർ ഡിവൈസ് ഓർ ഇന്റേണൽ ഹാർഡ്വെയർ കമ്പോണൻസ് എന്താണ്? എനി പീസ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. അപ്പൊ ഇൻസൈഡ് ദ കമ്പ്യൂട്ടറിലേക്ക്, അതായത് കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന സാധനങ്ങളാണ് എന്ത്? നമ്മളുടെ ഇന്റേണൽ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫായിട്ട് വരച്ച് കാണിക്കാം. ഹാർഡ്വെയർ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ, ഒന്ന് ഇന്റേണൽ. ഈ എക്സ്റ്റേണലിന് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇൻപുട്ട്, രണ്ട് ഔട്ട്പുട്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ അകത്തിരിക്കുന്നത്. ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിനകത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹാർഡ്വെയർ ഡിവൈസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഇന്റേണൽ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ ഇന്റേണൽ മീൻസ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. അതിന്റെ എക്സാമ്പിൾസ് ആണ് CPU-ന്റെ അകത്ത് ഹാർഡ് ഡിസ്ക്, റോം, റാം, ഇതെല്ലാം നമ്മുടെ അകത്ത് CPU-ന്റെ അകത്തിരിക്കുന്ന. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ അകത്താണ്, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം നമുക്ക് വൺസ് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ടച്ച് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഹാർഡ്വെയർ ഡിവൈസ് തന്നെയാണ്, പക്ഷെ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് അത് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ഓർ പ്രോഗ്രാംസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ട് സ്പെസിഫിക് ടാസ്ക്. ഓരോ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് പറയും?
സോഫ്റ്റ്വെയർസ് എന്ന് പറയും. അപ്പൊ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് ഡേറ്റ ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് യൂസ് ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ടാസ്ക്. ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഹാർഡ്വെയർ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് എ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ ഇസ് ജനറിക് ടേം യൂസ്ഡ് ടു റെഫർ ടു ആപ്ലിക്കേഷൻസ്, സ്ക്രിപ്റ്റ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് റൺ ഓൺ എ ഡിവൈസ്. അപ്പൊ എന്താണ്? ഒരു ജനറിക് ആയിട്ടുള്ള ടേം ആണ്. അതായത് നമ്മൾ പലതരത്തിലുള്ള യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്ക്രിപ്റ്റ്, പ്രോഗ്രാംസ്, ഇതിനെല്ലാം നമ്മൾ എന്താ പറയുന്നത്? സോഫ്റ്റ്വെയർസ് എന്നാണ് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർസ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് സോഫ്റ്റ്വെയർസിനെ? ഹാർഡ്വെയർസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഇന്റേണൽ ഹാർഡ്വെയർ ആൻഡ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ കണ്ടോ, സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടും. സോഫ്റ്റ്വെയർസ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ ചെറുതായിട്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞും നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷെ ജനറലി നമ്മൾ പറയാറുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാറുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു കാറ്റഗറൈസേഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നത് ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനാണ്, ആന്റിവൈറസ്. ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, ഡിവൈസ് ഡ്രൈവർ. അപ്പൊ ഇത് എന്താണെന്നൊക്കെ ഓരോന്നും പറയാനുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ MS വേർഡ്, ഫോട്ടോഷോപ്പ്. അതായത് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പം MS Excel അല്ലെ MS വേർഡ്. എക്സൽ യൂസ് ചെയ്യുന്നതിനാണ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ. വേർഡ് യൂസ് ചെയ്യുന്നത് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട്, ഓർ ഡോക്യുമെന്റേഷൻ, ടൈപ്പിംഗ് ഓർ ഡോക്യുമെന്റ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ താഴോട്ട് പറയുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റ് പ്രസന്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ PPT അല്ലെങ്കിൽ സ്ലൈഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയും, പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? നമ്മളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് നമുക്ക് ജനറലി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ടൈപ്പിംഗ് ചെയ്യാനായിട്ട് MS വേർഡ്, അത് അതിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പ്രസന്റേഷൻ അല്ലെങ്കിൽ പവർ പോയിന്റ് നമ്മളുടെ ആ PPTs സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് എക്സൽ യൂസ് ചെയ്യുന്നത്, ടാലി കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ. അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസേ ഈ ഉള്ള സോഫ്റ്റ്വെയർസ് തരുന്നുള്ളൂ. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്റിവൈറസുകൾ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും യൂട്ടിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. ആന്റിവൈറസ് ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. മനസ്സിലായോ? ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിൻഡോസ്, നമ്മളുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന് എന്തെല്ലാം വേണം, സിസ്റ്റം ബൂട്ട് ചെയ്ത് വരാൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഓരോ ഡേറ്റ് ഇത്ര സമയം പ്രോസസ്സ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ ആൻഡ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്ന് നോക്കാം. A software that performs a single task and nothing else is called application software. ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടിയിട്ട് വേറെ ഒന്നിനും അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളതാണ് എന്ത്? ആപ്ലിക്കേഷൻ. അതാണ് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആർ വെരി സ്പെഷ്യലൈസ്ഡ് ഇൻ ദെയർ ഫംഗ്ഷൻ ആൻഡ് അപ്രോച്ച് ടു സോൾവിങ് എ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. So a spreadsheet software can also do operations with numbers and nothing else. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സലിനെയാണ് പറയുന്നത്. എക്സലിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡിനെയാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി മാത്രമേ ഉള്ളൂ? നമ്പേഴ്സും ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ഓപ്പറേഷൻസ് വിത്ത് നമ്പേഴ്സ്, ദാറ്റ് ഇസ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വിൽ മാനേജ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റി ആൻഡ് നത്തിങ് എൽസ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുവാണ്.
അത് എന്തിനു വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ? ആ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എത്ര OPs ഉണ്ട്, അപ്പൊ എത്ര ഡോക്ടേഴ്സിനാണ് കൺസൾട്ടേഷൻ വരുന്നത്, അവിടുത്തെ സ്കാനിങ് പ്രൊസീജിയർ അല്ലെ എക്സ്റേ പ്രൊസീജിയർ എങ്ങനെയാണ്, അപ്പൊ അങ്ങനെ അതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്കൂളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്കൂളിൽ സെനാരിയോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കേ. വേർഡ് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്. അതിനകത്ത് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാം? MS വേർഡിനകത്ത് ടൈപ്പ് ചെയ്യാം, ടൈപ്പിംഗ്, പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അതായത് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് അല്ലെ, അങ്ങനത്തെ ഉള്ള ബോൾഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും, അല്ലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് MS വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എക്സലിനെ നമ്മൾ സം ചെയ്യാനായിട്ട്, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ, പിന്നെ കുറെ ഡേറ്റാസ് ഫിൽട്ടർ ചെയ്യാനായിട്ട്. ഇത് സം മാത്രമല്ല, സം, മൾട്ടിപ്ലൈ, ഡിവിഷൻ അങ്ങനത്തുള്ള എല്ലാ ഓപ്പറേഷൻസും. പിന്നെ അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ ഡേറ്റ, പിന്നെ അതുപോലെ തന്നെ സോർട്ട് ചെയ്യാനായിട്ട്, അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെല്ലാം നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യും. പ്രസന്റേഷൻ നമുക്ക് എന്തിനാണ്? പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് നമ്മൾ പ്രസന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പവർ പോയിന്റ്, അതിനകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാം? PPTs അല്ലെ, PPT ക്രിയേറ്റ് ചെയ്യാം പ്രസന്റേഷന് വേണ്ടിയിട്ട്. ആ PPTസിന്റെ സൈസ്, ഫോണ്ട് ഒക്കെ വ്യത്യാസപ്പെടുത്താം അല്ലെ, ഒരു സ്ലൈഡ്സിന്റെ തീംസ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇതിനെല്ലാമാണ് നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡേറ്റാബേസ് മാനേജ്മെന്റ്. അതിനെന്ത്? ഡേറ്റാബേസ് മാനേജ്മെന്റ്, DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എന്തിനാണ്? സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റ, സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും. അപ്പൊ ഡേറ്റയെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ DBMS എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൾട്ടിമീഡിയ ടൂൾസ്. ഇപ്പൊ സൗണ്ട് കാർഡ് അല്ലെങ്കിൽ സ്പീക്കർ, ഇതൊക്കെ എന്തിനാണ്? ആ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. സൗണ്ട് കാർഡ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന് വേണ്ടിയിട്ട്, വീഡിയോ കാർഡ് എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, സ്പീക്കർ എന്ന് പറഞ്ഞാലും സൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻ ഡൂയിങ് ദെയർ വർക്ക് ഈസ് കോൾഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ യൂസേജോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ എ സിസ്റ്റം സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഓൾസോ എ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷെ അതിന്റെ സിസ്റ്റം സോഫ്റ്റ്വെയറും കൂടെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Thus, utility software is actually a cross between system software and application software. അപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. കുറച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ആണ്, കുറച്ച് സിസ്റ്റം സോഫ്റ്റ്വെയറും ആണ്. ഓക്കെ അല്ലേ? ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആന്റിവൈറസ് മീൻസ് ഈ വൈറസുകളൊക്കെ അറ്റാക്കുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ആന്റിവൈറസ്. ഡിസ്ക് മാനേജ്മെന്റ്, ഓരോ ഡിസ്കുകള്, അതൊക്കെ ഡ്രൈവുകൾ, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഫയൽ മാനേജ്മെന്റ് ടൂൾസ്, ഫയൽ മാനേജ് ചെയ്യാനായിട്ടുള്ള റീഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, റൈറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഫയൽസിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ. കംപ്രഷൻ ടൂൾസ്, ഇപ്പൊ നമ്മൾ വലിയൊരു ഡേറ്റയാണ് അതിനെ കംപ്രസ് ചെയ്ത് യൂസ് ചെയ്യണം, സിപ്പ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കംപ്രഷൻ ടൂൾസ് ചെയ്യുന്നു. ഇനി ബാക്കപ്പ് ടൂൾസ്, ഇപ്പൊ വാട്സ്ആപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്കപ്പ് ചെയ്യണോ, എത്ര നാളാണ്, വൺസ് ആണോ, ട്വൈസ് ആണോ, നെവർ, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് വരും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ബാക്കപ്പ് ടൂൾസ് വഴിയാണ്. അപ്പൊ ഇതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് പഠിക്കാനുള്ളത്. Software required to run hardware parts of a computer and other application software are called system software. ഹാർഡ്വെയറിനെ കൊണ്ട് എല്ലാ വർക്കിംഗ് നടത്തുന്നതും
കുറച്ച് പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും എല്ലാം ഉള്ളതും ഏതിനകത്താണ്? നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്താണ് ഉള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് എൻ ഇന്റർഫേസ്. കണ്ടോ, ഇന്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഹാർഡ്വെയർ യൂസർ ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയാണ്. An interface is needed because hardware device or machines or human speak in different languages. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയാണ് മനസ്സിലാക്കുന്നത്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് 4 types. 4 types ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലാംഗ്വേജ് പ്രോസസർ ഉണ്ട്, ഡിവൈസ് ഡ്രൈവ്സ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മളുടെ സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതൊക്കെയാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ അല്ലേ? ഹാർഡ്വെയറും യൂസറും. ഇപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യണം, നമുക്കൊരു പേപ്പർ പ്രിന്റ് ചെയ്യണം. അപ്പൊ യൂസർ എന്ത് ചെയ്യുന്നു? ഈ OS-നോട് പറയുവാണ് എനിക്ക് ഒരു സാധനം പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യുന്ന ഈ OS എങ്ങോട്ട് പറയും? പ്രിന്റർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ പ്രിന്ററിനോട് പറയും ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോ നടക്കുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫംഗ്ഷനിങ് ഓൾ ഹാർഡ്വെയർ പാർട്സ്. കണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺട്രോളിലാണ് എല്ലാ ഹാർഡ്വെയർ പാർട്സും. ആരുടെ കൺട്രോളിലാണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. System software that is responsible for functioning of all hardware parts and their interoperability to carry out tasks successfully is called operating system. അപ്പൊ അവിടെ എല്ലാ ഫംഗ്ഷനിങ് നടക്കും, അതുപോലെ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും ഹാർഡ്വെയറുമായിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നതും എവിടെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. OS is the first software to be loaded into computer. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ OS ആണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്ത് വരുന്നത്. എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ലോഡ് ചെയ്ത് വരുന്നത് ആരാണ്? OS ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. OS is the first software to be loaded into the computer memory when the computer is switched on, and this is called booting. അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ആയി വരുന്നത് തൊട്ട് എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി OS മാനേജസ് എ കമ്പ്യൂട്ടർ ബേസിക് ഫംഗ്ഷൻസ് ലൈക്ക് സ്റ്റോറിങ്. കണ്ടോ, OS എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യും, ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും. പിന്നെ മെമ്മറി ഇൻ റിട്രീവിംഗ് ഫയൽസ് ഫ്രം സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജിൽ നിന്നും ഫയൽസ് റിട്രീവ് ചെയ്യും, നമ്മൾ തിരിച്ചെടുക്കും. ഷെഡ്യൂളിംഗ് ടാസ്ക് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. ഇപ്പൊ നമുക്ക് 2-3 ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം വരുവാണെങ്കിൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ, ആർക്കാണ് പ്രയോറിറ്റി കുറവ് അല്ലെ? എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ, ആർക്കാണ് പ്രയോറിറ്റി കുറവ് എന്നുള്ള പ്രയോറിറ്റി ബേസിസിലേക്ക് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും? സോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഷെഡ്യൂളിംഗ് ഉണ്ട്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ആളാണോ അവരെ പ്രോസസ് ചെയ്യാം. റൗണ്ട് റോബിൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈമിനനുസരിച്ച് പ്രോസസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ആളെ പ്രോസസ് ചെയ്യാൻ വിളിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ്, അതായത് ഷെഡ്യൂൾ ചെയ്യാം. ആദ്യം വന്ന ആളാണ് അവരുടെ കാര്യങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു ഷെഡ്യൂളിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ആദ്യം വന്ന ആളുടെ കംപ്ലീറ്റ് ചെയ്യാൻ കുറെ താമസമുണ്ട്, അപ്പൊ നമ്മൾ അത് കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ആളെ പ്രോസസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് പല ഷെഡ്യൂളിംഗ് എന്തിനകത്ത് നടക്കുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നടക്കുന്നുണ്ട്. ഇൻഡെപ്ത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം ഓർത്തിരിക്കാം. സ്റ്റോറിങ്, ഡേറ്റ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ, സ്റ്റോർ ചെയ്ത ഡേറ്റ റിട്രീവ് ചെയ്യാൻ, പിന്നെ ഷെഡ്യൂൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച്, അതായത് മുൻഗണനാ ക്രമത്തിലൊക്കെ ഓരോന്ന് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? വിൻഡോസ്, ലിനക്സ്, ഉബണ്ടു. വിൻഡോസ്, ലിനക്സ്, ഉബണ്ടു ഇതൊക്കെ എന്താണ്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് ലാംഗ്വേജ് പ്രോസസർ. The program written in high-level programming language called Java, C++, etc. is called source code. അപ്പൊ നമ്മളുടെ എന്താണ്? നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്,
ഹൈ ലെവൽ ലാംഗ്വേജ്, ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാലാണ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് അതായത് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, C++ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് അല്ലേ, ജാവ, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ്. അതായത് ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ്. അതിന് നമ്മൾ എന്ത് പേരാ പറയുന്നത്? മിഷൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. മിഷൻ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളുടെ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് 0യും 1ന്റെയും കൂടെ കോമ്പിനേഷനിലാക്കി കൊടുത്താലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എന്ത് പറയുന്നത്? ലാംഗ്വേജ് പ്രോസസർ. അതിനകത്ത് ഹൈ ലെവൽ ലാംഗ്വേജിനെ പറയുന്ന വേറൊരു പേരാണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് നമ്മുടെ സോഴ്സ് നമ്മളല്ലേ, നമ്മളിൽ കൊടുക്കുന്ന കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ മെഷീൻ റീഡബിൾ ഫോം ഇസ് കോൾഡ് ഒബ്ജക്ട് കോഡ് ഓർ മെഷീൻ കോഡ്. ഇനി ഇതിന്റെ നമ്മുടെ അങ്ങോട്ട് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഉള്ള പേരാണ് ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മിഷൻ കോഡ്. അപ്പൊ രണ്ട് കോഡാണ്, ഒന്ന് സോഴ്സ് കോഡും ഒന്ന് ഒബ്ജക്ട് കോഡും. ഓക്കെ അല്ലേ? സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട് സോഴ്സ് കോഡ് ഇൻടു ഒബ്ജക്ട് കോഡ്. അപ്പൊ ഈ സോഴ്സ് കോഡിൽ നിന്നും, അതായത് നമ്മളുടെ ഹ്യൂമൻ ലാംഗ്വേജ് ആയ സോഴ്സ് കോഡിൽ നിന്നും മെഷീൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡിലേക്ക് മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? റെസ്പോൺസിബിൾ ആരാണ്? ഈ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഡിവൈസ് ഡ്രൈവേഴ്സ്. System software that control and monitors functioning of a specific device on computer is called a device driver. Device driver എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിവൈസിന്റെ ഓപ്പറേഷൻസ് അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈച്ച് ഡിവൈസ് ലൈക്ക് പ്രിന്റർ, സ്കാനർ, മൈക്രോഫോൺ, സ്പീക്കർ എക്സെട്ര ദാറ്റ് നീഡ്സ് ടു ബി അറ്റാച്ച്ഡ് എക്സ്റ്റേണലി ടു ദ സിസ്റ്റം ഹാസ് എ സ്പെസിഫിക് ഡ്രൈവർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമ്മളിപ്പോൾ കീബോർഡ് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു, ഒരു ലാപ്ടോപ്പിനകത്ത് കീബോർഡ് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൗസ് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഈ മൗസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ടൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു ഡ്രൈവ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മളുടെ പ്രിന്ററും, സ്കാനറും, മൈക്രോഫോണ്, സ്പീക്കർ ഒക്കെ നമുക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവ് സോഫ്റ്റ്വെയർ വേണം. വെൻ യു അറ്റാച്ച് എ ന്യൂ ഡിവൈസ്, കണ്ടോ, നമ്മൾ പുതിയൊരു ഡിവൈസ്, അതായത് ഞാൻ പറഞ്ഞു എക്സ്റ്റേണലി ഒരു മൗസോ ഒരു കീബോർഡോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് ആരാണെന്ന്. ഇല്ല, OS ആണ് നമ്മുടെ ഹാർഡ്വെയർ എല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ OSനൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിന്റെ ഡിഫറൻസ്. ഹാർഡ്വെയർ എന്താണ്? റെപ്രസെന്റ് ഫിസിക്കൽ കമ്പോണന്റ്. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്രോസസ്സേഴ്സ്, മെമ്മറി യൂണിറ്റ്, ഇതെല്ലാമാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്യാൻ ബി ടച്ച്ഡ്. കണ്ടോ, ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? കീബോർഡ്, മൗസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഇനി ഓപ്പറേറ്റ്സ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് സോഫ്റ്റ്വെയർ സെർവിംഗ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓൾ കമ്പ്യൂട്ടിംഗ് ടാസ്ക്. അടുത്തത് സസെപ്റ്റബിൾ ടു വിയർ ആൻഡ് ടിയർ. നമ്മൾ കുറെ നാള് കീബോർഡ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്യുന്നു, അപ്പോൾ കുറച്ച് വിയർ ആൻഡ് ടിയർ, അതായത് മെയിൻ്റെനൻസ് ഇഷ്യൂസ് വരാറുണ്ട്. ആൻഡ് മേ റിക്വയർ റീപ്ലേസ്മെന്റ് ഓവർ ടൈം. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കണം. ടിപ്പിക്കലി മോർ കോസ്റ്റ്ലി കമ്പയർ ടു സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിനെക്കാട്ടിലും കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ് എന്ത്? ഹാർഡ്വെയർ ഡിവൈസസിന്. ഇനി ക്യാൻ ബി അപ്ഗ്രേഡഡ് ഓർ റീപ്ലേസ് ടു എൻഹാൻസ് പെർഫോമൻസ് ഓർ കപ്പാസിറ്റി. നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന മൗസ് ആയിരുന്നു. ഇപ്പൊ വയർലെസ് മൗസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ കംപ്രസസ് ഓഫ് പ്രോഗ്രാം. നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, പ്രോഗ്രാംസ് ആണ്. ഇൻടാഞ്ചിബിൾ, ഓൺലി വിസിബിൾ ആൻഡ് ഇന്ററാക്റ്റബിൾ ത്രൂ എ യൂസർ ഇന്റർഫേസ്. ഒരു OS വെച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം കാണാനോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. cannot function without hardware as it require a platform to execute its instructions. അപ്പം ഹാർഡ്വെയർ ഇല്ലാതെ സോഫ്റ്റ്വെയർ ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. Does not degrade physically over time but may become obsolete or incompatible with the new hardware. പുതിയ ഹാർഡ്വെയർ യൂസ് ചെയ്യുമ്പോൾ ഈ പഴയ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഹാർഡ്വെയർ യൂസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇൻകോമ്പാറ്റബിൾ അല്ലാതെയാവും, പക്ഷെ അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. Can be upgraded or replaced to introduce new features or improve functionality. നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ നടത്തില്ലേ, അപ്പൊ പുതിയ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ നടത്താറുണ്ട്.
വിത്ത് ദിസ് വി കൺക്ലൂഡ് ദി സെഷൻ. അപ്പൊ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ ഹാർഡ്വെയർ ആൻഡ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ. എക്സ്റ്റേണൽ ഹാർഡ്വെയർ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി ഇന്റേണൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റംസ് ആണ് ഇന്റേണൽ ഹാർഡ്വെയറിനകത്ത് വരുന്നത്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർസിന് ഇന്റേണലി നമ്മൾ എന്താണ് സെറ്റ് ഓഫ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ട്, അതിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ വീണ്ടും ഡിവൈഡ് ചെയ്യാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർസിനകത്ത് വരുന്നതാണ് ലാംഗ്വേജ് പ്രോസസർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവേഴ്സ് എല്ലാം. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്, അതിന് നമ്മൾ എന്താ പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ അതിനകത്ത് വരുന്നതാണ് MS വേർഡ്, MS എക്സൽ, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ് ആന്റി വൈറസ്, ഫയൽ മാനേജ്മെന്റ് ടൂൾസ്, ഇതെല്ലാം. So with this we conclude this session. Thank you. Keep watching once.